സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകല ഉദയഭാനുവിനോട് പറയുന്നത്, കണ്ട ചേട്ടാ, ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങൾ. ആ ആനന്ദിൻ്റെ അതായത് ബാലൻ്റെ രണ്ടാമത്തെ മകൻ ആകാശിൻ്റെ ഭാര്യ മീനാക്ഷി ഇല്ലേ, ആ ഗവൺമെൻറ് ജോലിക്കാരി, തന്നെ അവൾ ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആനന്ദിനെ നമ്മുടെ ശ്രീദേവിയോടൊന്ന് സംസാരിക്കണം. അയ്യോ, അപ്പോൾ കൊടുക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തീ പറയണത്? അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ നല്ല രണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല സംസ്കാരവും മര്യാദ ഉള്ളവരൊന്ന് അവർ തിരിച്ചറിയണ്ടേ. കല്യാണ നിശ്ചയത്തിന് മുന്നേ ഇതൊന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ സ്റ്റാറ്റസ് അവരുടെ മുന്നിൽ വാനോളം ഉയരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവളുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാവാണ്ട് ഉദയഭാനു ശരി എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. പിന്നീട് ദേവമംഗലത്ത് എല്ലാവരും കൂടെ ചർച്ചയിലാണ്. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ, അവർ ആ ദേവിയുടെ അമ്മ സംസാരിച്ചത് കണ്ടോ, എന്തൊരു നല്ല മര്യാദയോടുകൂടി സംസാരിച്ചത്. കല്യാണ നിശ്ചയത്തിന് മുന്നേ അങ്ങനെ ഒന്നും പാടില്ല എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ആണും പെണ്ണും തമ്മിൽ അങ്ങനെ സ്നേഹത്തോടെ ഇടപഴകാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ഒന്നും നല്ലതല്ല. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കുറ്റം പറയണ ചെയ്തത്. ആ പെൺകുട്ടീനെ അങ്ങനെയൊന്നും അവർ പഠിപ്പിച്ചിട്ടില്ല എന്ന്. ഒരാണിൻ്റെ പോലും മുഖത്ത് നോക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ആ ദേവിയുടെ അമ്മയുടെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇതിലെനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൊണ്ടുവന്ന ഈ കല്യാണം നമുക്ക് പറ്റിയ ബന്ധം തന്നെയാണ്. എനിക്ക് നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നു ശ്രീകലനെ. അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഗോമതിക്കും മീനാക്ഷിക്കൊക്കെ. ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ? ഒന്ന് സംസാരിക്കണോണ്ട് എന്താ കുഴപ്പം? കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണ നിശ്ചയം തീരുമാനിച്ചു, പിന്നെ ഇപ്പോൾ ഒന്ന് സംസാരിക്കണോണ്ട് എന്താ കുഴപ്പം? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെയല്ല, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വീണ്ടും ഫോൺ വരും. ഉദയഭാനു സാറാണല്ലോ വിളിക്കണേന്ന് പറയും. എന്താ സാറെന്ന് ചോദിക്കും ബാലൻ. ബാലൻ്റെ മരുമോള് വിളിച്ചിരുന്നു. ആനന്ദിന് പെണ്ണിനായിട്ട് സംസാരിക്കണം എന്നല്ലേ. ഞങ്ങൾ അങ്ങനെയൊന്നല്ല വളർത്തിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ ശ്രീകല അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഒന്ന് സംസാരിക്കണില്ല, എന്ത് തെറ്റ്? നമുക്കൊന്ന് സംസാരിക്കാൻ കൊടുക്കാം. നമ്മുടെ സമ്മതത്തോടെ നമ്മുടെ മുന്നിൽ വെച്ചാകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ആനന്ദിൻ്റെ നമ്പർ എനിക്ക് ഇട്ടതായോ, ഞാൻ എൻ്റെ മോളെ കൊണ്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരി സാർ, അത് ശരിയാണ്, നമ്മുടെ സാന്നിധ്യത്തിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. ആനന്ദേട്ടാ എന്ന് വിളിക്കും. അപ്പോൾ ആരാണ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാനാണ് ശ്രീദേവി എന്ന് പറയുമ്പോൾ ആനന്ദിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആനന്ദിന് ഹലോ എന്ന് പോലും ചോദിക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് അങ്ങോട്ട് തളർന്നു പോകുന്നുണ്ട് ആനന്ദ്. എന്താ ആനന്ദേട്ടൊന്നും മിണ്ടാത്ത? അയ്യോ, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ദേവിയാണ് എന്നെ വിളിക്കണേന്ന് എന്ന് പറഞ്ഞപ്പോൾ ആനന്ദേട്ടൻ എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കും. പിന്നെ ഇഷ്ടമായോന്നാ? ശ്രീദേവിക്ക് എന്നെ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയ്ക്കും നല്ലൊരു പെൺകുട്ടീനെ എനിക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആനന്ദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ സമയത്ത് ശ്രീദേവി പറയുന്നുണ്ട്, അതെ, ഞാനും അതെ, ആനന്ദേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട്, മതി, നിർത്തുന്നൊക്കെ. അതെ ആനന്ദേട്ടൻ എൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് വിളിച്ചത്. ഇനി നിശ്ചയം കഴിഞ്ഞിട്ട് സംസാരിക്കാട്ടാ എന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഫോൺ വയ്ക്കും. ദേവിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്നല്ലേ എന്നോട് വിളിക്കാൻ പറഞ്ഞത്, എന്നിട്ട് പിന്നെ സംസാരം മതിയാക്കാൻ പറയണത് എന്തിനാന്ന് ചോദിക്കും. അതെ, ഇത്ര മതി, നിനക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞ് മോളെ ഉപദേശിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ കാണിക്കുന്നത് ആകാശിനെയും മീനാക്ഷിയാണ്. അച്ഛനിത്തിരി ഓവറാണ് എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ടുണ്ട് വരുന്നത്. അതെന്താന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീകല ആൻറ്റീനെ അനുകൂലിക്കേണ്ട കാര്യമുണ്ടോ? അവർ അപ്പോഴത്തെ അത്രയ്ക്ക് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ, മോളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്നോടല്ലേ പറയേണ്ടത്? അത് പിന്നെ അച്ഛനോട് പറഞ്ഞു ചെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവരങ്ങനെയായിരിക്കും, അവരുടെ മോളെ ആരുടെ മുഖത്ത് നോക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നല്ല അവർ പറഞ്ഞത്. ആനന്ദേട്ടൻ നല്ലൊരു ജീവിതം കിട്ടിയാൽ പോലെ നമുക്ക്. അതൊക്കെ ശരിയാണ്, ആനന്ദേട്ടൻ പാവം, ആനന്ദേട്ടൻ നല്ലൊരു ജീവിതമൊക്കെ കിട്ടണം, ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ എന്നീ സന്തോഷം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടേ. അതൊക്കെ ഉണ്ടാവും എന്ന് പറയും. പെൺകുട്ടി നല്ലതാണ്, കുടുംബക്കാരും നല്ലതാണ്, പക്ഷെ അവരുടെ സംസാരം മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യൻ ഭക്ഷണം ഉണ്ടാക്കാൻ മിത്രനെ ആദ്യം ഇപ്പം അടുക്കളയും നമ്മുടെ ആര്യൻ കൈകാര്യം ചെയ്യുന്നു. നീ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കള ജോലികൾ ഏറ്റെടുത്തതെന്ന് പറയും. അത് ശരിയാണ്. ആര്യനിപ്പോൾ ശരിക്കും ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ പോലായി. താടിയിൽ ഇത്തിരി നേരമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ബാലൻ്റെ പോലെ തന്നെയാണ്. ഒരു ഏകാധിപത്യം, എല്ലാം സ്വന്തം ചെയ്യണം എന്നുള്ളൊരു നയമാണ്
ആര്യൻ എന്ന് പറഞ്ഞപ്പോഴതേ ഞാൻ കോമഡി സ്റ്റോഴ്സ് ബാലൻ്റെ സ്വഭാവമൊന്നും എനിക്കില്ല, ഞങ്ങളച്ഛൻ ഞങ്ങളെ ബെൽറ്റ് കൊണ്ടാണ് അടിക്കണേന്ന് പറയും. അത് ശരിയാ, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ അപ്പം കാണാ എന്ന് മുഴിയിപ്പിക്കുന്നില്ല കേട്ടാ. മിത്രയ്ക്ക് പെട്ടെന്ന് നാണാവും, ആര്യനും വല്ലാണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിത്ര സോറി ആര്യ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് പിന്നെയും നമ്മുടെ ഉദയഭാനുവിനെ കാണിക്കുന്നുണ്ട്. ഉദയഭാനും അതുപോലെ തന്നെ ശ്രീകലനെയും പറയും. ശ്രീകലനെ എത്തിക്ക് വരുന്നുണ്ട് ഉദയഭാനു. ശ്രീകലേ എന്ന് വിളിച്ചാണ് വരുന്നത്. എന്താ മനുഷ്യാന്ന് ചോദിക്കുന്നേ, നമുക്കൊരു വീട് കിട്ടി, നാളെ കാലത്ത് അഡ്വാൻസ് കൊടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് മാറാം, നല്ല വീടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. നല്ല വീടാണല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കളികളൊക്കെ ഒരു എവിടേക്കിന് പോണത് എന്ന് ദേവി ചോദിക്കിന്. എനിക്ക് നിങ്ങളുടെ ഈ ആത്മവിശ്വാസവും ഇതൊക്കെ കാണുമ്പോൾ പേടിയാവണം അച്ഛാന്ന് പറയും. നിങ്ങൾ ഇന്നത്തെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നാളത്തെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെ ആ വീട്ടിൽ ജീവിക്കും ഇത്രയ്ക്കും നോണയൊക്കെ പറഞ്ഞിട്ട്? എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉദയഭാനുവിന് പെട്ടെന്ന് വിഷമാവുണ്ട്. മോളെ, അച്ഛൻ ഒരുപാട് ബിസിനസ് നടത്തി, ഉണ്ടായിരുന്ന പണമൊക്കെ നശിച്ചു പോയി, എന്ന് വെച്ചിട്ട് അച്ഛൻ നാട് വിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ, എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്, നീ ഒന്ന് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. ഈ കല്യാണത്തോടുകൂടി നമ്മളെ രക്ഷപ്പെട്ടു മോളെ. ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ബാലനും ഒന്നിച്ചായിരിക്കും കോമഡി സ്റ്റോഴ്സ് നടത്തുന്നത്. ആ ക്യാഷിലിരുന്ന് ഞാൻ ഇങ്ങനെ ഭരിക്കും എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുക സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവിയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രിയിലെ വെളുപ്പിനായി അലറ അടിക്കുന്നുണ്ട്. ആര്യൻ ചാടി എഴുന്നേറ്റ് മിത്രനെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കുന്നൊക്കെയുണ്ട്. പഠിക്കാൻ സമ്മതിക്കാണ്ട് മിത്രയ്ക്ക് ഭയങ്കര മടിയാവുന്നുണ്ട്. എന്നാൽ എനിക്ക് ചായ വേണമെന്ന് പറയും, പാൽ ചായ വേണമെന്നൊക്കെ പറയുമ്പോൾ എന്ത് വേണേലും ഉണ്ടാക്കി തരാം നിനക്ക്, പക്ഷെ നീ ഇരുന്ന് പഠിക്കണം, നീ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാവും പകലും കഷ്ടപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ആര്യ എങ്ങനെയൊക്കെ കഷ്ടപ്പെടണേ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ വേറൊരു ജോലിയും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാൻ പോണ്. പകല് 11 മണി തുടങ്ങി ഗോഡൗണിലാണ് ലോഡ് ഇറക്കണതാണ്. എങ്ങനെയായാലും നിന്നെനിക്ക് IAS ആക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, ഇപ്പം അതെൻ്റെ ഒരു സന്തോഷവും കൂടി എന്നൊക്കെ പറഞ്ഞ് മിത്രനെ ശരിക്കും സ്കൈലോണ്ട് അടിക്കുന്ന ആര്യൻ അടിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് മിഥുനെ കാണിക്കുന്നുണ്ട്. ഞാൻ നാളെ മിത്രയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് കാണട്ടെ. എൻ്റെ അറിവ് പ്രകാരമാണെങ്കിൽ ആര്യൻ എന്നെ കണ്ട കാര്യം മിത്രനോട് പറഞ്ഞിട്ടില്ല, ആര്യൻ പേടിച്ച് നടക്കുന്നുണ്ടാവും. അതുപോലെ അവളൊന്ന് കാണട്ടെ, രണ്ടുപേരും പുകയട്ടെ അപ്പുറം ഇരുന്ന്. ആ സമയത്ത് ഞാൻ കൃഷ്ണമംഗലത്ത് കയറി പറ്റും. എന്തായാലും മിത്രനെ സ്വന്താക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അവളെൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലേ, അവളെ പിടിക്കണം. അവളെന്നെ നേരിട്ട് കണ്ടില്ലെങ്കിലും കണ്ടില്ല എന്നുള്ള രീതിയിൽ ആവണം ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വലിയൊരു വീട്ടിലിരിക്കുന്ന നമ്മുടെ ഉദയഭാനും ഭാര്യയും കയറി ചെല്ലുന്നത്. 2 നില വീടൊക്കെയാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഫോണൊക്കെ എടുത്തിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പൊട്ടന് ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീലിംഗാണ് ഭാര്യയ്ക്കും ഭർത്താവിനും. ആ സമയത്ത് ആ വീടിൻ്റെ ഓണർ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കഥ എഴുതാനും കവിത ഒക്കെ എഴുതാനൊക്കെ ഒരു അന്തരീക്ഷം നല്ല ശാന്തമായത് വേണം, നിങ്ങൾക്ക് മാസം വാടക ബാങ്കിലിട്ട് തരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകല. ഈ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഉദയഭാനോ കാശ് അങ്ങോട്ട് കയ്യിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ താക്കോലും കൊടുത്തു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് താക്കോല് വാങ്ങി ഭഗവാനെ കാത്തു രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ താക്കോല് വാങ്ങുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.